ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ആർ ബാബുവിന് ചിറ്റൂർ പ്രതികരണവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. പ്രതികരണവേദിയുടെ ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംഘടനാ പ്രവർത്തകരും അംഗങ്ങളും പങ്കെടുത്ത ചെയർമാനെ ആദരിച്ചു. പരിപാടിയിൽ പ്രതികരണവേദി പ്രസിഡന്റ് എ ഷെൽവൻ ആർ ബാബുവിനെ പൊന്നാടയണിയിച്ചു. നഗരസഭയുടെ പുതിയ സാരഥിക്ക് ജനക്ഷേമ പ്രവർത്തനങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ച അദ്ദേഹം ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നറിയിച്ചു. നമുക്കെല്ലാവർക്കും ഒരു അഭിമാനമാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മളെയൊക്കെ പരിചയം ഒരു കൗൺസിലർ എന്ന നിലയിൽ നീണ്ടകാലം ഏറ്റവും തത്തമംഗലം നഗരസഭയിൽ ഏറ്റവും കൂടുതൽ സീനിയറായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം തുടർച്ചയായി 3-4 തവണ വിജയിക്കുകയും ഈ രംഗത്തെത്തിപ്പെടുകയും ചെയ്തതിൻ്റെ മെയിൻ പ്ലസ് പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. അത് നിങ്ങൾ ഏത് പാടിൽ പോയി ബാബോട്ടെന്ന് പറഞ്ഞു, ബാബോട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ആരാ നിൽക്കുന്നത്? ബാബോട്ടനാണ്. കാര്യം നോക്കാനില്ല. എതിർ സ്ഥാനാർത്ഥികൾ ആരാണെങ്കിലും ബാബോട്ടം മത്സരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭയത്തോടു കൂടിയാണ് നേരിടുന്നത്. ഏത് വാർഡ് കൊടുത്താലും അവിടുത്തെ ജനങ്ങളുമായി ജയിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റം ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അറിവിൽ. പ്രതികരണവേദി സെക്രട്ടറി എം മജേഷ് അധ്യക്ഷനായി. ചടങ്ങിൽ സംസാരിച്ച ആർ ബാബു സ്വീകരണത്തിന് നന്ദി അറിയിച്ചതിനൊപ്പം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും പ്രാധാന്യം നൽകി പ്രവർത്തിക്കുമെന്നും പറഞ്ഞു. നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം, ശുചിത്വം, പൊതുസേവനങ്ങളുടെ കാര്യക്ഷമത എന്നിവയ്ക്ക് മുൻഗണന നൽകി ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സത്യസന്ധത കുറച്ചെങ്കിലും കോൺഗ്രസ് പ്രസ്ഥാനം സത്യസന്ധമായുള്ള പ്രവർത്തനം കുറച്ചെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നാണ് ഞാൻ നിൽക്കുന്നതുകൊണ്ടല്ല പ്രവൃത്തിയും നമ്മളാ പറച്ചിലും അതിനോട് യോജിക്കുന്ന അതിൻ്റെ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ആ സംഘടനയിൽ നിന്നുകൊണ്ട് എന്ത് വേണമെങ്കിൽ അഭിപ്രായം പറയാം, നമുക്ക് വേണമെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ ഒരു ഉപദ്രവമില്ലാതെ മാറി നിൽക്കുക, ഇല്ലെങ്കിൽ അത് ഒരു ഉപദ്രവമില്ലാതെ വേറെ പാർട്ടിക്ക് പോവുക, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഒരു സ്വതന്ത്രമായ ഒരു സംഘടന എന്നുള്ള മനസ്സിൽ തോന്നിയ ഒരു പാർട്ടി എന്ന നിലയിലാണ് ഞാൻ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അത് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഞാനിവിടെ ചിറ്റൂർ 79 ചിറ്റൂർ വന്നു. അതിൽ നിന്ന് നമ്മളിങ്ങനെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ നഗരസഭയിലെ ചെയർമാൻ അന്ന് നമ്മുടെ ബഹുമാന്യനായ അച്ചുവേട്ടനായിരുന്നു അന്നത്തെ ചെയർമാൻ. അപ്പോൾ നമ്മൾ ചെയർമാനുമായിട്ട് അങ്ങനെ ഇവിടെ ചെറുതായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോഴങ്ങനെ നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായി മാറി. അപ്പോൾ എന്നും എന്നെ ആ രീതിക്ക് എന്നെ കാണുകയും എന്നെ വിളിക്കുകയും നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു. ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ടി വിനു ആശംസകൾ നേർന്ന് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് വിനോദ് ചന്ദ്രൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി എസ് സഫീർ നന്ദി രേഖപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.